തിരുനെല്ലി മേഖലയിലാണ് 13 ആദിവാസികൾ താമസിച്ചിരുന്നത്. ആ പ്രദേശത്തുള്ളവർക്കെല്ലാം ഭൂമി പതിച്ച് നൽകിയിട്ടുണ്ട്. അവിടെ ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പല വീടുകളും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവിടെ ബാക്കിയുണ്ടായിരുന്ന 2 കുടുംബാംഗങ്ങൾ അവരെ ബലമായി ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. ആ രീതി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളുമായി വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകാൻ പാടില്ല. അവരെ വസ്തുതകൾ ബോധ്യപ്പെടുത്തി അവർക്ക് കൂടി സ്വീകാര്യമായ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഏതായാലും സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തവരെ തെറ്റായി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കുകയും ഈ ആദിവാസി കുടുംബങ്ങൾക്ക് ന്യായമായി നിയമപരമായി കിട്ടേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. നിലവിലിപ്പോൾ നടക്കുന്ന അന്വേഷണം വകുപ്പുതല അന്വേഷണമാണോ? സസ്പെൻഷൻ ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആണല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? പ്രാഥമിക അന്വേഷണം പ്രാഥമിക അന്വേഷണത്തിൽ ഈ പറയുന്ന ഒരു വീഴ്ച അവിടെ കാട്ടി പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരെയാണ് എന്നുള്ളൊരു ബോധം ഏത് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനായാലും ഉണ്ടാകണം. മനുഷ്യരോടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹായത്തോടുകൂടി അവർക്ക് അത് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ പ്രായോഗികമായ പരിജ്ഞാനത്തിൻ്റെ കുറവ് എന്തുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഏതായാലും ഇതൊരു സൂചനയാണ്. കാരണം ഇത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ല. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു എന്ന ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല. അതിനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഇത്. അല്ലാതെ ആരെങ്കിലും ശിക്ഷിച്ച് ആജീവനാന്തകാലം അവരെ കഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ ഇത്തരം നടപടികൾ ഉണ്ടാകാൻ പാടില്ല. മിനിസ്റ്റർ, ഇന്ന് കേന്ദ്ര വനമന്ത്രിയെ കാണുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളാണ് കേരളത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രധാനമായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ വനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ പ്രശ്നം വന്യജീവികളുടെ ആക്രമണമാണ്. ആ ആക്രമണം മൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി കൃഷിയിടങ്ങളില്ലാതായി. വ്യാപകമായ നാശനഷ്ടങ്ങളാണ് മലയോര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കണം. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്ന ആദ്യ മാസം തന്നെ ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. ആ പദ്ധതി 620 കോടി രൂപ ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഒരു കൊല്ലം കൊണ്ട് നടപ്പിലാക്കാനുള്ള 10 വർഷം കൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അന്ന് തന്നെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായി ആശയവിനിമയം നടത്തി. അദ്ദേഹം വളരെ ഉദരപൂർവ്വം അതിനെ കാണുകയും താല്പര്യത്തോടുകൂടി കേൾക്കുകയും ചെയ്തതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നാളിത് വരെ അതുമായി മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായില്ല. ഇപ്പം മറ്റൊരു പ്രശ്നം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നിയമത്തിൽ കാതലായ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. കാരണം പന്നിയെ വെടിവെക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ 1972 വന്യജീവി സംരക്ഷണ നിയമം, 80 സംരക്ഷണ നിയമം തുടങ്ങിയ നിയമത്തിൽ ഭേദഗതി വരികയും കാട്ടുപന്നി ഇപ്പം ഷെഡ്യൂൾ 1 പെടുത്തിയിരിക്കുന്നത്. കുരങ്ങന്മാരെ ഇപ്പം ഷെഡ്യൂൾ 1 പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ പ്രായോഗികമായും നമുക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രത്യേക സീസണിൽ ഇത്തരം വംശവർധന അധികം കാണുന്ന മേഖലയിൽ നിയന്ത്രിക്കാനാവശ്യമായ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ മതി. ഏറ്റവും പ്രായോഗികമായത് അവിടെ ചെയ്യട്ടെ. ആ രൂപത്തിൽ നിയമ ഭേദഗതി വേണമെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഈ പൊളിച്ചു മാറ്റപ്പെട്ട കുടിലുകളുടെ ആളുകളുടെ ഇനി അവരുടെ താമസം അവർക്ക് കിട്ടിയ സ്ഥലത്ത് വീടുണ്ടാക്കി കൊടുക്കും. അവരെ പുനരധിവാസം ഉറപ്പാക്കും. ശരി. മിനിസ്റ്റർ, ഒരു കാര്യം, ഈ വന്യജീവി ആക്രമണം വന്യജീവി അല്ലെങ്കിൽ പോലും ഈ കടന്നലിലെ കുത്തേറ്റ മരണം ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് സമീപകാലത്തായിട്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, അവർക്കും ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. 10 ലക്ഷം അല്ല, എത്ര നമുക്ക് സഹായധനം കൊടുക്കുന്നുണ്ട്. സഹായധനമല്ല, ആശ്വാസധനം. വർദ്ധിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുള്ളത്? അല്ല, അത് ചില സീസണിലുണ്ടാകുന്നതാണ്.
പിന്നെ അതൊക്കെ പരിചയത്തിൻ്റെ കുറവുണ്ട്. കാറ്റെടുത്ത് ചിലപ്പോൾ ഒരു കല്ലെറിഞ്ഞിട്ടുണ്ടാകും. അല്ല, അത് നമുക്ക് അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതുമൂലം മരണം ഉണ്ടാകുന്നുണ്ട്, അത് ദൗർഭാഗ്യകരമാണ്. പക്ഷെ അവരെയോടും പിന്നെ സഹാനുഭൂതിയോടുകൂടിയ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഈ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ ചില ജീവികളെ. ഏതൊക്കെ ജീവികളെയാണ് നിയന്ത്രിക്കാറുള്ളത്? അല്ല, പ്രധാനമായിട്ടും നമുക്കവിടെ ശല്യം ചെയ്യുന്നത് പന്നികളാണ്, രണ്ടാമത്തത് കുരങ്ങന്മാരാണ്. ഈ 2 പേരും ഷെഡ്യൂൾ 1-ലാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകിക്കൊണ്ടുള്ള കാര്യം പിന്നെ കാട്ടുപന്നികളുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. കുരങ്ങന്മാർ അവർക്ക് വന്ധ്യംകരണം പോലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചില രാജ്യങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേക കാലത്ത് ഈ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ 2-3 കൊല്ലം കഴിയും. എന്നാലും നമുക്കത് ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടി കഴിയും. പവാർജി ഡൽഹിയിലുണ്ട്, കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൂടിക്കാഴ്ച നടത്തുന്നില്ല, കാരണം എൻ്റെ പ്രസിഡന്റിനെ കാണാൻ അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ പോയി കാണും. നേതൃമാറ്റം സംസ്ഥാന തലത്തിൽ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തികച്ചും അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടാണ്. എൻ്റെ നേതൃത്വത്തിലോ ഞാൻ അറിഞ്ഞുകൊണ്ടോ ഒരു നീക്കവും സംഘടനയിൽ നടക്കുന്നില്ല, എൻ്റെ അറിവിലോ ഇല്ല.